ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ മറന്നുപോയി. ഞാൻ ഫോൺ എടുത്ത് തരാം. ബൈ. ഫോൺ എടുത്ത് പെട്ടെന്ന് വരട്ടെ. ടൈം പറയാൻ നോക്കിയപ്പോഴാണ് ഫോണ് കയ്യിലില്ല എന്നുള്ള ഓർമ്മ വന്നത്. പിന്നെ ടൈം ഡേ 2. ഏതായാലും പിന്നെ ഞാനത് ഇത് കാണിച്ചുകൊണ്ട് ഇതാക്കട്ടോ, എന്താണെന്നുള്ള പറഞ്ഞുതരാം. പിന്നെ ടൈം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാര്യം, സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് ഒരു സൗണ്ട് വരുന്നുണ്ട്. പക്ഷെ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. ചവിട്ടുമ്പോഴാണ് ഈ ഒരു സൗണ്ട് അറിയില്ലെന്ന് വരാതിക്കട്ടെ. ഭയങ്കര സൗണ്ട് ഉണ്ട്. അപ്പോൾ പിന്നെ എന്താണെന്നുള്ളത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നും ചവിട്ടുമ്പോൾ ഉണ്ടാവരുതേ, അധിക സൗണ്ട് ഉണ്ടാവരുത് കേട്ടോളേ. ഉണ്ടോ ടയർ വരികയാണോ? ഈ ബ്രേക്കിൻ്റെ കൂടെ വന്നതാണോ? അപ്പല്ല അതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യാം? ചവിട്ടാത്തപ്പം വരുന്നില്ല അതിനർത്ഥം. ഇരിക്കാതെ ചവിട്ടുമ്പോഴും വരുന്നില്ല. ഇപ്പം വരുന്നില്ലല്ലോ, എന്താ? ഭ്രാന്ത് വരുന്ന ഒച്ചപ്പാട് വരുമ്പോ. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു ഗ്ലോബില്ലേ,
എന്തെങ്കിലും ചെയ്തിട്ട് ഓക്കെ ഇതിൽ പോവാം. സൈക്കിളിൻ്റെ ടയർ തേയുകയാണെങ്കിൽ നമ്മൾ തിരിക്കുമ്പോൾ ഹോണ്ട അല്ലേ, ഫ്രണ്ടിലല്ല, പെഡലിൽ ചവിട്ടുമ്പോൾ മാത്രമേ വരുന്നത്, തിരിക്കുമ്പോൾ വരുന്നില്ല. ഇത് ക്രോസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ വെറുതെ തൊട്ടുന്നില്ല. ഫിക്സ് ചെയ്ത് വെച്ച് അതൊന്നാണ് വരുന്നത്. ഇപ്പോഴും ഉണ്ടല്ലോ. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. സൈക്കിൾ ഷോപ്പിൽ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാര്യം ആ ഒരു ഗ്ലോബ്. ഞാനിങ്ങനെ ഒരു സ്റ്റേഷനറി പോയപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് ഒരു ഭംഗിയുള്ളതായിട്ട് തോന്നി. അപ്പം ഡയറക്ടർ മോൻ്റെ ബർത്ത്ഡേ ആണ്, കുറച്ച് വയസ്സിലാണ്. അപ്പം ഞാനിതും ലൈഫുമായിട്ട് കണക്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ച് വാങ്ങിയതാണ്. പിന്നെ ആ ഗിഫ്റ്റ് ബോക്സ് ഇന്നലെ പോയി വാങ്ങി. ഗിഫ്റ്റ് ഇടുമ്പോൾ ഇട്ട് കൊടുക്കണ്ടേ. ഞാനപ്പോൾ അങ്ങനെ എഴുതാൻ ഉദ്ദേശിക്കുന്നതാണ്, ലൈഫിൽ നമ്മൾ പലതരം വ്യൂസും കാണും. അത് നമ്മളായിട്ട് റിഫൈൻ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈഫിനെ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ നല്ല മനോഹരമാവുന്നുള്ള രീതിയിൽ. പേരൊന്നും ഞാൻ എൻ്റെ വെക്കണില്ല, എന്നിട്ട് അവരുടെ ഡെസ്ക് കൊണ്ടുപോയി വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ക്യാപ്ഷൻ ഉണ്ടെങ്കിൽ അറിയിക്കണേ. ഞാൻ എന്നാലും ഇതിൻ്റെ കാര്യമാണ് ആലോചിക്കുക. എല്ലാ കാര്യവും അങ്ങനെ തന്നെ അല്ലേ, ട്രബിൾ ഷൂട്ട് ചെയ്യില്ലല്ലേ നമ്മൾ. പ്രശ്നം എവിടാന്ന് നോക്കും, എന്നിട്ട് ഇങ്ങനെ അതിൽ ഫിക്സ് ചെയ്യും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏകദേശം ഇന്നതാണെന്നുള്ള മനസ്സിലാവും. അത് വെച്ചിട്ട് എന്ത് ചെയ്യും, അവർ കറക്റ്റ് ചെയ്യും. ഫോണിൻ്റെ വിശേഷം അത് ഞാൻ അടുത്തല്ല ഇപ്പം തന്നെ പറഞ്ഞുതരാം. ഫോൺ എത്ര നോക്കിയിട്ടും കാണുന്നില്ല. ഞാൻ ഫോൺ സാധാരണ സൈലൻ്റ് ആയിട്ടുള്ള രാത്രി ഫുള്ളായിട്ട്. അറിയാത്ത ആൾക്കാർക്ക് ഇങ്ങനെ മീൻസ് അറിയുന്ന ആൾക്കാർക്ക് എമർജൻസി നമ്പറായിട്ട് വേറെ നമ്പർ കൊടുത്തിട്ടുണ്ട്. വൈഫിൻ്റെ നമ്പറിലേക്ക് വിളിക്കാൻ വേണ്ടി പറയും. എൻ്റെ ചില സമയങ്ങളിൽ പുറം നാട്ടിൽ ഇങ്ങനെ കോള് വരും. പിന്നെ ഇടയിൽ നമ്മൾ ഉണർന്നിട്ട് ഇതാക്കണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് സൈലൻറ്റിലേക്ക് ആക്കുന്നത്. അപ്പം ഞാൻ കുറേ അപ്പങ്ങളായി പറയുന്നത് ലേക്കൊന്ന് എടുത്തുന്ന. ഇത് ഗോ ട്രെയിനാണ് കേട്ടോ. ഗോ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസിലേക്ക് ടൊറൻറ്റോയിൽ
സബ്വേ ചെറിയ മെട്രോ ആണ് പോലെ, നമ്മുടെ നാട്ടിലെ ട്രെയിൻ പോലെ. പക്ഷെ അധികം ബോഗിയൊന്നുമില്ലല്ലേ, അവിടെ എത്ര ബോഗിയാണുള്ളത്. ഞാനപ്പോൾ പറഞ്ഞു വന്നത് ഫോണിൽ വരുന്നത്. അങ്ങനെ ഞാൻ തിരിച്ചു പോയി ഒരു 5 മിനിറ്റ് തിരഞ്ഞിട്ടുണ്ടാവും, കാണുന്നില്ല. വാട്സപ്പ് കോളും ഡയറക്റ്റ് കോളും ചെയ്ത സൈലൻ്റ് അല്ലത്, ഈവൺ വൈബ്രേഷൻ ഇല്ലാതെ ഞാൻ വെക്കൽ. ആ സമയത്ത് ഞാൻ ഈ അപ്പം എന്നുള്ളത് ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓരോ നമ്മുടെ നാട്ടിലുള്ള ഓരോ ശൈലികളല്ലേ. കോഴിക്കോട് ഭാഗത്തൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറേ അപ്പങ്ങൾ അവർ ചുട്ടെടുക്കുന്നുണ്ടാവും. അപ്പം എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റിയെടുക്കുകയാണ്. ഞാൻ മുമ്പൊക്കെ നല്ല അങ്ങനെ പറയല്ല, എങ്കിലും എന്താ ഭാഷ ആൾക്കാർക്ക് ഞാൻ കോഴിക്കോട്ടിലാന്നുള്ളത് മുമ്പ് തിരിയാറില്ലായിരുന്നു. ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ 8, 9, 10, 11 ഈവൻ ഡിഗ്രി കഴിയണേ. പിന്നെ ഈ നാടൻ സ്ലാങ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഞാൻ അങ്ങനെയൊന്നും ഇതായി പറയില്ല കേട്ടോ, റിയൽ പറയാണ്. അങ്ങനെ ഞാൻ ആ സ്ലാങ് കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നു പോയതാണ് കുറേ കാര്യങ്ങൾ. എങ്കിലും ഞാൻ ശുദ്ധ മലയാളം യൂസ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ പറയും അത് ബോറാണോന്ന്. അങ്ങനെ അപ്പത്തിൻ്റെ അങ്ങനെയായിട്ട് ശരിക്കും യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്കെന്ത് ചെയ്യാം, ഫോണിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് ഗൂഗിൾ അക്കൗണ്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് റിങ് ചെയ്യാൻ പറ്റും. സൈലൻ്റ് ആയിരിക്കുന്ന ഫോണും വൈബ്രേഷൻ ഒന്നും ഇല്ലെങ്കിൽ അത് റിങ് ചെയ്യും. അങ്ങനെ ഞാൻ ഈ ഒരു ഗിഫ്റ്റിൻ്റെ 3 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പേപ്പർ ബാഗ് ഇത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, ഫോൺ അത് കണ്ടെത്തി. ഈ 3 പേപ്പർ ബാഗ് ഒന്നിച്ചേർന്ന് ബണ്ടിലായിട്ടാണ് കിട്ടിയത്. അങ്ങനെ ഈ 3 പേപ്പർ ബാഗിൽ 2 എണ്ണം അവിടെ മാറ്റി വെച്ചത് ഇങ്ങനെ പരത്തി വെച്ചതിൻ്റെ അടിയിൽ എങ്ങനെയോ പെട്ടുപോയി. കാണാതിരിക്കാനുള്ള ഓരോ ഫോണിൻ്റെ മാർഗങ്ങളെ. ഫോൺ ചില സമയങ്ങളിൽ സെൻസിറ്റീവ് എന്താ അറിയില്ല ഇപ്പോൾ പറഞ്ഞാൽ ചില അധികവും ഈ നമ്മുടെ ഇതുണ്ടല്ലോ സാനിറ്റൈസർ ഉപയോഗിച്ച് അതിൻ്റെ സ്ക്രീൻ ഇങ്ങനെ തുടയ്ക്കേണ്ട. ഇനി അതാണോ സെൻസിറ്റീവ് പോകാൻ കാരണം എന്നറിയില്ല. നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ വൈറസ് ഉള്ളത് നമ്മുടെ ഫോണിലാണ്. ഏറ്റവും കൂടുതലല്ല എന്നാലും. അപ്പോൾ വീണ്ടും അപ്പം അങ്ങനെ മറ്റുള്ളവരുടെ ഫോണൊക്കെ സാധാരണ നമ്മൾ സ്ക്രീൻ ടച്ച് ചെയ്ത ഈ കോവിഡിന് ശേഷം കുറേ അങ്ങനെയുള്ള കുറേ അങ്ങനെയുള്ള ഒരിത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനധികം മറ്റുള്ള ഫോണാണെങ്കിൽ ഇങ്ങനെ ചിന്ന വിരൽ കൊണ്ടാണ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യല്ലേ, ആരെങ്കിലും ഫോൺ എന്തെങ്കിലും പറഞ്ഞാലേ. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, ഈ സെലിബ്രിറ്റീസൊക്കെ എത്ര ആൾക്കാർക്ക് കൈ കൊടുക്കുന്നുണ്ട്. പല ആൾക്കാരും സെൽഫി ചോദിക്കുമ്പം അവരെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അവർ അധികവും കാർ കയറി ഉടനെ തന്നെ സാനിറ്റൈസർ ചെയ്യുമായിരിക്കും അല്ലേ. ഈ വൃത്തിയൊക്കെ വന്ന കോവിഡിന് ശേഷം മാത്രം കേട്ടോ, അല്ലാതെ അതിനു മുമ്പ് ഇങ്ങനെയുള്ള വസ്വാസൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അതിൽ ഇഷ്ടപ്പെടാത്തൊരു വസ്വാസ് ഇതാണ്, പല ആൾക്കാരും നോട്ടൊക്കെ തുപ്പലാക്കി കണ്ടാണ് മറക്കൽ. അത് ഞാൻ കഴിഞ്ഞ കമ്പനിയിൽ ഖത്തറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മാനേജർ ജോർദാനാണ്. അപ്പോൾ വലിയ എമൗണ്ടൊക്കെ ചിലപ്പോൾ ഉണ്ടെങ്കിൽ, അതായത് ചിലപ്പോൾ ട്രക്കൊക്കെ വിൽക്കും. അപ്പോൾ അതിന് ക്യാഷ് കിട്ടുന്ന സമയത്ത് പലപ്പോഴും ചിലപ്പോൾ ഇയാൾ എണ്ണി നോക്കും. അപ്പോൾ അങ്ങനെ തുപ്പലൊട്ടിട്ട് അതൊക്കെ കോവിഡിന് ശേഷം അത് നിന്ന്. ഇതൊക്കെ നല്ല കാര്യമാണ്. ഈ തുപ്പൽ തൊട്ട് ബുക്കോ
കറൻസിയോ മറക്കരുത് എന്നുള്ളത് എവിടുന്ന് നമുക്ക് എപ്പോഴും ചെറുപ്പത്തിൽ കുറേ ഇൻപുട്ട് കിട്ടുമല്ലോ. ചെറുപ്പത്തിൽ കിട്ടുന്ന ഇൻപുട്ട് നമ്മൾ കാലാകാലം ലൈഫ് ടൈമിൽ കൊണ്ടു നടക്കും. വലുതാവുമ്പോൾ പിന്നെ നമ്മൾ റിഫൈൻ ചെയ്തിട്ടായിരിക്കും എടുക്കുക. അത് എടുക്കണോ ഇല്ലേ അങ്ങനെയൊക്കെ. അങ്ങനെ വരുമ്പോൾ സിഗ്നൽ ബ്ലോക്ക്. ഇതൊന്ന് പോയിക്കോട്ടെ. ഈ ഫസ്റ്റ് ഉടനെ എന്ന് പറഞ്ഞാൽ സാധാരണ ടൂറിനൊക്കെ പോകുമ്പോൾ വിളിക്കുന്ന ബസ്സുകളാണ്. ഒരു TTC ഏതാ നോട്ട് സർവീസ്. പണി കിട്ടിയതിന്. Come on dude, let's go fast. ഇതാണ് നമ്മുടെ എന്ത് സൈക്കിളിടുമ്പോൾ ബനിയനും ഇട്ടിട്ടാണ് പോവുക. മറ്റുള്ളവരെ ആ ട്രൗസറൊന്നും ഇടാനും വയ്യ. ആ ട്രൗസറിന് അവരെ കുഷ്യനുള്ള സീറ്റ് വെച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കണ്ട ഒന്ന് കഴിയുമ്പോൾ വേറൊന്ന് അപ്പം വരും. സോറി അപ്പല്ല, ഉടനെ വരും. കണ്ടോ ആ സമയത്ത് വേറൊന്ന് 10:09 സൗണ്ട് പറയുന്നുണ്ട്. കഴിയാൻ നേരത്തെ അടിച്ചെടുത്ത്. ഇതിനാ മോളെ കുറച്ച് സ്പീഡിലൊക്കെ വന്നൂടെ. അങ്ങനെ നമുക്കിത് കിട്ടിയത് പറഞ്ഞാൽ ശക്തിമാൻ്റെ അവസാനം ഒരു അഡ്വൈസ് ഉണ്ടാവില്ല, നിങ്ങളിങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. അതിന്ന് കേട്ടതാണ്. കാരണം ബുക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യലി ലൈബ്രറി ബുക്കൊക്കെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാർ ചിലപ്പോൾ തുപ്പലോട്ടിട്ടൊക്കെ മറിക്കണമായിരിക്കും. നമ്മൾ അതന്നെ അതിൻ്റെ പുറത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, വീണ്ടും തുപ്പലോട്ടിട്ട് ഈ തുപ്പലിലെ ബാക്ടീരിയ ഒക്കെ എപ്പോഴാണ് ഉണങ്ങിപ്പോവുക കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ഇത് കാണുന്ന ആരെങ്കിലും ബയോളജിക്കലായി അറിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സയൻസ് വിഷയത്തിൽ വളരെ അഗ്രഗണ്യരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. സോ അങ്ങനെയൊക്കെയാണ് സംഗതികളൊക്കെ ടഫ്. നിങ്ങളിപ്പോൾ ലാസ്റ്റ് കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഇതാണ്. ഇവിടെ കൺസ്ട്രക്ഷൻ കുറച്ച് റെഡി ആക്കിയല്ലോ. ഇതിപ്പോൾ അടുത്ത് ടാർ ചെയ്തതാണ്. ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഒരു ദിവസം വന്നപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഹെൽമെറ്റ് ക്യാപ്പ് ഉണ്ടല്ലോ, അത് കാണുന്നില്ല. ചില സംഗതിയൊക്കെ കാണാതിരിക്കുമല്ലോ, കാണുന്നില്ലായിരുന്നു. പിന്നെ കുറേ തിരഞ്ഞ് കിട്ടിയില്ല. പിന്നെയാണ് മനസ്സിലായത് നമ്മൾ കോട്ട് ഹാങ് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ചില സമയത്ത് ഞാൻ തൂക്കിയിടുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ കോട്ടും വെച്ചു. നിങ്ങൾക്ക് എത്ര പേർക്ക് ലൂക്ക എന്ന് പറഞ്ഞ മൂവി ഇഷ്ടമാണ്? ടൊവിനോ തോമസിൻ്റെ. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാര. കാരണം റൂമൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇന്നലെ അങ്ങനെ ജസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ കണ്ടു. അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട്, റൂം അലങ്കോലമായിട്ട് കഴിഞ്ഞാൽ എങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടുന്നത്? അപ്പോൾ അവർക്ക് കിട്ടാൻ എളുപ്പമാണ്. പാവം. ഇന്നലെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഉണ്ട് നമ്മളെ ലാൻഡ് ലോഡിൻ്റെ വൈഫ് ഇങ്ങനെ കാറിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നു. അവിടെ തന്നെ, അതായത് വീടിന് തൊട്ട് മുന്നിൽ കാറിൽ. ഞാൻ വിചാരിച്ചത് അൺകോൺഷ്യസ് ആയി പോയതാണോ എന്ന്, ബോധരഹിത ആയതാണോ എന്ന്. ഞാൻ വിളിച്ചപ്പോൾ ഇല്ല, ഇങ്ങനെ കിടക്കുകയാണ്. സംഗതി എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് വൈഫിനോട് പറഞ്ഞു. അപ്പോഴാണ് പറയുന്നത് മകളായിട്ട് നല്ല അടിപിടി ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന്.
അതായത് കുട്ടികളോട് ഞാനൊക്കൊരു 12ാം ക്ലാസ് വരെയൊക്കെ പലതിനും ഇങ്ങനെ അടി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ റിയലൈസ് ചെയ്തു, അതായത് നമ്മൾ പുറത്ത് പോയി പഠിക്കുന്ന സമയത്ത് നമുക്കെപ്പോഴും ഫുഡ് ഒക്കെ നമ്മൾ ഉണ്ടാക്കണമല്ലോ. ആ സമയത്ത് മനസ്സിലായി തുടങ്ങി, അതായത് വീട്ടിലെ അമ്മമാരൊക്കെ വെച്ച് തരുന്നത് എത്രമാത്രം ടേസ്റ്റ് സംഗതിയാണെന്നുള്ളത്. പലപ്പോഴും ഇങ്ങനെ കച്ചറ ഉണ്ടാക്കൽ ഫുഡിൻ്റെ പേരില്ല, ഒന്നും പത്തിരി ഇതൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിന് ശേഷം ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാലും മിണ്ടാതിരിക്കും, എന്ത് കേട്ട് കഴിഞ്ഞാലും മിണ്ടാതിരിക്കും, ആവശ്യമുള്ളതിന് മറുപടി പറയും. ചില കാര്യങ്ങൾ പറയുന്നത് അത് നമ്മൾ ഫ്രണ്ട്സിനോടാണെങ്കിലും ചില കാര്യം പറയുമ്പോൾ നമ്മളതിൽ എതിർവാദം ഉണ്ടാവില്ലേ, അപ്പം ഫ്രണ്ട്സ് ചിലപ്പം വിട്ടുവരില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ അതേപോലെ തന്നെ അമ്മമാർ നമ്മളങ്ങനെ കണ്ടാൽ മതി. ഇവിടെ പിന്നിൽ ഇങ്ങനെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരു മദാമ നടക്കുന്നുണ്ട്. സംഗതി എക്സസൈസ് ചെയ്യാണ്. അപ്പം നടത്തത്തിൻ്റെ കണ്ടിന്യൂഷൻ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഓടാനായിരിക്കും. വേറെ ഓടി ആൾക്കൂട്ടം ഗൈസ്, മിക്കവാറും കളി മറ്റേതാവും. അവര് എക്സിബിഷൻ വേണമെന്നായിരിക്കും കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ. ഡേക്കേറിലൊക്കെ കുട്ടികളങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. എന്ത് വലിയ ആൾക്കാരോ. അഗ്രികൾച്ചറാണോ? അല്ല, ചെറിയ കുട്ടികളോ. കുറേ പെട്ടികളൊക്കെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. പെട്ടെന്ന് പോ. ആനപ്പിണ്ടം പോലെ അല്ലേ ആ സാധനം. ഹെൽമെറ്റും സ്റ്റിച്ചൊക്കെ വെച്ചിട്ടായിരിക്കും കളി. ഇവിടെ ശരിക്കും അങ്ങനെ നെറ്റിട്ട് ബ്ലോക്കാണ്. അല്ലെങ്കിൽ സച്ചിനോ കോഹ്ലിയോ രോഹിത് ശർമ്മയോ അങ്ങനെ സ്ട്രോങ്ങിൽ അടിച്ചു കഴിഞ്ഞാലേ പണി വാളും. വേറെ കുട്ടികളെ കൊണ്ടുവരുന്നത് അടുത്ത ടീം. Coming this side, please.
ഹോംലെസ് ചെറുപ്പത്തിലൊക്കെ എന്തായിരിക്കും ഓരോരുത്തരുടെ സ്റ്റോറി, ഓരോ സിനിമ അല്ലേ ശരിക്കും പറഞ്ഞാൽ. എത്ര കഥകളാണ് ഓരോരുത്തരുടെ ലൈഫിലും. അതെങ്ങനെ റിഫൈൻ ചെയ്ത് നല്ലൊരു തിരക്കഥ ആക്കാമെന്നുള്ളതാണ് നമുക്ക് വെറുതെ കേൾക്കുക. സിഗരറ്റ് ഉണ്ട് മോനെ. ഇതിലൂടെ ക്രോസ് ചെയ്യാം, അപ്പം കുറച്ച് ടൈം സേവ് ചെയ്യും. ഇറ്റ്സ് എ ബ്രില്യൻ്റ് ഐഡിയ. യെസ്, എന്താ മുമ്പേ ഇത് തോന്നാതിരുന്നത്? കാരണം ആ സമയത്ത് ബ്രേക്കില്ല. അപ്പം ബ്രേക്ക് സെറ്റപ്പ് ചെയ്തപ്പോൾ ഇതിലൂടെ വരാൻ തോന്നി. മാക്സിമം ഷോർട്ട് വരിക. ഇതൊക്കെ എക്സസൈസ് ആവുന്നുണ്ടാവും അല്ലേ? ആയാൽ മതിയായിരുന്നു. എപ്പോഴും നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു 3-4 വട്ടം നോക്കണം, നല്ലതായിരിക്കും. കാരണം ഏതൊക്കെ ഊടുന്നൊക്കെ ചിലപ്പോൾ കയറി വരിക എന്നുള്ള അറിയില്ലല്ലോ. തല അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക. ഓക്കെ ഗൈസ്, കഴിഞ്ഞ ആഴ്ചകളിൽ ഇന്ന് തൊണ്ട ശരിയായല്ലോ, മാഷാഅല്ലാഹ്. ഇന്നലൊക്കെ ഒച്ച അടഞ്ഞിട്ടുണ്ടായിരുന്നു. BMW-ക്ക് BMW എന്ന് പറയും. ചൂടുവെള്ളമായിരുന്നു കുടിക്കല്. ഞാനിങ്ങനെ വോക്കലെങ്ങനെ ട്യൂൺ ചെയ്യാനുള്ളത് ഇന്നലെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. മീൻസ് നമ്മൾ പറയില്ല എന്താ ഒച്ചടയ്യ കഴിഞ്ഞ, അതായത് നമ്മളെന്തെങ്കിലും സൈലൻ്റായിട്ട് പറയുമ്പോൾ ഒച്ചത്തിൽ സംസാരിക്കുക എന്നുള്ള രീതിയിൽ. ഇന്നിപ്പോൾ അത് സോൾവ് ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഉള്ളിലോണ്ടെത്തും. ഒരു ഹോംലെസ് അതാ. ഒരു വർഷമായിട്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന തീവണ്ടി അത്. ആർക്കെങ്കിലും വേണമെങ്കിലും വാങ്ങട്ടോ, സെയിലിനതാ. കോപ്പറിൽ മയക്കൊക്കെ കുത്താണെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ബിരുദന്മാരട്ടോ. ഇത് വാട്ടർ പ്രൂഫ് എന്നൊക്കെ പറയുമ്പോൾ കംപ്ലീറ്റ് അടച്ചു വെച്ചിട്ട് എല്ലാ പോർട്ടും അടച്ചു വെച്ചിട്ട് വാട്ടർ പ്രൂഫ് എന്നാണ് പറയൽ. അങ്ങനെയല്ല ശരിക്കും വേണ്ടത്. ഇന്നോവേഷൻ കൊണ്ടുവരണം, ഇന്നോവേഷൻ. പറയുന്ന ചില വേർഡ്സൊക്കെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണെന്ന് ആർക്കറിയാം. നമ്മൾ പൊട്ടാറ്റോ എന്നല്ല പറയാം, പൊട്ടേറ്റോ. ഞാൻ 2 ദിവസം മുമ്പ്
ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ യൂസ് ചെയ്ത ശൈലിയാണ്. ഒരാളല്ല, എല്ലാ ആൾക്കാരും മീൻസ് ഇവിടുത്തെ ആളുകൾ അങ്ങനെ യൂസ് ചെയ്യാതെ തന്നെയാണ് കറക്റ്റ്. പൊട്ടേറ്റോ ഷാമ്പു ഉള്ളത് വേറെന്തൊരു ഇതാണ്. ഓക്കെ, നമ്മൾ മനോഹരമായ ഓഫീസിൽ അപ്പോൾ നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുന്നു. ഇന്നും ഇടയ്ക്ക് ക്ലിയർ ആണല്ലോ. കുട്ടികളെ ഇന്ന് എങ്ങോട്ടോ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു സാധാരണ ഇവർ എപ്പോഴും പറയാറുള്ളത് മുകളിലേക്ക് ഇട്ടാൽ താഴത്തേക്ക് കൊണ്ടുവരണമെന്നാണ്. ചില ആൾക്കാർ എത്ര പറഞ്ഞാലും കേൾക്കില്ലല്ലോ. സ്ലോ എലിവേറ്ററാണ്, മെയിൻ്റനൻസ് വർക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് അതൊക്കെ. ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. ഇത് പാരൻസൊക്കെ വരികയാണെങ്കിൽ യൂസ് ചെയ്യാൻ. എത്രത്തോളം സാധനങ്ങളാണ് ആമസോണിൽ നിന്ന് വാങ്ങിക്കൂട്ടലെന്ന് അറിയാം. ടൈം എത്രയായി? 10 ഉണ്ടാവും. പോട്ടെ, കേട്ടെ. ശരി, അടുത്തതിൽ കാണാം. 6 മണി. രാവിലെ വന്നപ്പോൾ ക്ലൗഡി ആയിരുന്നു. ഇപ്പോൾ ടൈം 6:02. നോക്കട്ടെ, മഴക്കുള്ള കോളുണ്ട്. 18 ഡിഗ്രി തന്നെ രാവിലെ. തന്നെയാണ് തോന്നുന്നത് ഉണ്ടായിരുന്നത്. ഒരു 15ഒക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ സൗണ്ട് എങ്ങനെയെങ്കിലും മാറ്റണമല്ലോ. നമുക്ക് വിക്ടോറിയ പാർക്കിലൂടെ പോയാലോ? വിക്ടോറിയ പാർക്ക് നല്ല ഓപ്ഷനാണ്. അപ്പോൾ സൈക്കിൾ അവിടെയും കാണിക്കാം. ആരും പോയോ? ഓക്കെ, ഐസിൻ്റെ കാറുണ്ട്. അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിന്ന് ആ ബർത്ത്ഡേ ഗിഫ്റ്റ്, ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്ത് അതിൽ ആ ചെറിയ കണ്ണാടിയൊക്കെ നമ്മളെ ലൈഫിൻ്റെ റിഫ്ലക്ഷനാണ്. ഡിസിഷൻ എടുക്കുമ്പം അതൊക്കെ ഫിൽറ്റർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ലൈഫ് മനോഹരമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോട്ടൊക്കെ എഴുതിയിട്ടാണ് കൊടുത്തത്. വിക്ടോറിയ പാർക്കിലൂടെ പോകാൻ താല്പര്യമുണ്ട്, പക്ഷേ ഡെപ്പോസിറ്റ് ചെയ്യാനല്ല. അപ്പോൾ ഇങ്ങനെയപ്പോൾ നല്ലത് നാളെ ഡെപ്പോസിറ്റ് ചെയ്യാം. നാളെ മറ്റന്നാളൊക്കെ നമുക്കൊന്ന് സൈക്കിൾ കാണിച്ചാൽ നല്ലതായിരുന്നു. ആ ടൈപ്പ് ഓഫ് നായ്ക്ക് എന്തായിരുന്നു പേര് പറയില്ലേ? സൗണ്ട് പോയോ? നമ്മളിതിനെ കാണിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞപ്പോൾ എടാ ഇപ്പൊ സൗണ്ട് ഇല്ല, എന്ത് പറ്റി? അപ്പോൾ ഇനി അവിടേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കപ്പോൾ എന്ത് ചെയ്യാം? വേണം ഡെപ്പോസിറ്റ് ചെയ്യാം. അതായിരിക്കും നന്നാവുക. സൗണ്ട് എവിടെ പോയി? ചെറിയ സൗണ്ട് ഉണ്ട് അല്ലേ?
എനിക്ക് ഒരു മൈൻഡില്ലല്ലോ, ഇങ്ങനെ നോക്കിക്കാണല്ലോ. ആ ടൈപ്പ് നായ്ക്ക് എന്താ പറയില്ല, ഞാൻ മറന്നുപോയി. അതിനെന്തോ പേ അളകണോ, ഒരു മയത്തിലൊന്നും നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളെന്താ പറയാൻ പോയത്? ഇന്ന് ക്ലൗഡി ഡേ ആണ്. ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു, ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു. ഇന്നലെ എന്താ, ഇന്നലെ തിങ്കളല്ലേ, സോറി മിനിയാന്ന് ഭയങ്കര ചൂടായിരുന്നു. ഇന്നലെ എന്താണെന്നുള്ളത് ഞാൻ മറന്നുപോയി. ഇന്നലെ മഴക്കോള് കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല മൂടലുണ്ടായിരുന്നു ഈവനിങ്. ഇന്നിപ്പോൾ ചില ഭാഗങ്ങളിൽ മഴ ഉണ്ടാവും, ഇവിടെ പിന്നെ അങ്ങനെയല്ല. നമുക്കൊന്ന് പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം ബാങ്കിൽ. നമുക്ക് ഇവിടുത്തെ ഡെപ്പോസിറ്റ്, ഖത്തറിലൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ, ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഒന്നും ആയിട്ടില്ല, ഒക്കെ ഞാൻ കാണിച്ചു തരാം. അവിടെ ഇപ്പോൾ കാർഡ് വരെ, ATM കാർഡ് തന്നെ ATM-ൽ പോയി പ്രിൻ്റ് ചെയ്തെടുക്കലാണ് വിത്ത് നെയിം. ഒച്ചപ്പാടും ബഹളം ഉണ്ടാവും, ഇതൊക്കെയാണ് ആൾക്കാർ. ഒരാടെ കച്ചറ തുടങ്ങിയ അച്ഛാ, എന്തൊക്കെ ഒരു കാട്ടിക്കൂട്ടണേ. നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാ ട്രാക്കിലേക്ക് പോവാം. ഇവിടെ കോയിനൊക്കെ 10 സെൻറ്റൊക്കെ ഉണ്ട്. എന്തെങ്കിലും വാങ്ങിയാൽ 10 സെൻറ്റോ 5 സെൻറ്റ് ഉണ്ടോ? അത് സെൻറ്റാന്ന് വായിച്ചെടുക്കാൻ തന്നെ 1 മിനിറ്റ് എടുക്കും. ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണം, അല്ലെങ്കിൽ ദൂരദർശനിയിലൂടെ ഒക്കെ നോക്കേണ്ടി വരും. ഈ സൗണ്ടിൻ്റെ ഉറവിടം എവിടാന്ന് മനസ്സിലാവണല്ലോ. കേട്ടോ, ഞാനൊന്ന് എടുക്കരുത് ശരിക്കും മോനെ. ഒന്നും നോക്കാണ്ട് എടുത്തിടും. ഞാൻ ശരിക്കും ആ ലൈനിലൂടെ പോകണ്ടേ, പക്ഷെ വണ്ടികളൊന്നും ഇടിച്ചാലോ. ആളെ CIDC എത്തി, ബാങ്ക് എത്തി.
IBC ആണ് ഖത്തറിലെ ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. അതായത് ഇന്നോവേഷൻ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ബാങ്ക്. മറ്റേ റോയൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോലെ QNBയുടെ പോലെ ഇന്നോവേഷനൊക്കെ അവസാനേ കൊണ്ടുവരുള്ളൂ, പഴഞ്ചനായിട്ട്. ഒക്കെ ഗവൺമെൻറ് ഹുങ്കായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ ഹുങ്കല്ല, പൈസ അങ്ങനെ കിട്ടുമല്ലോ, അപ്പോൾ അത്രയൊക്കെ മതി എന്നുള്ള രീതിയിൽ ഉള്ളൊക്കെ ആയിരിക്കും. എല്ലാം 2 കളറും സെയിം, റെഡ്. ഓക്കെ, ബിസിനസ് അവേഴ്സ്. $50 കൈവച്ച് ശ്രദ്ധേയമായൊരു സംഗതിയാണ്. വികലാംഗർക്കുള്ള ഒരു സംഗതി ഉണ്ട്. അവർക്ക് കയറി നിൽക്കാൻ പറ്റും. പിന്നടിച്ചിട്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാണ്. ചെക്കിങ് അക്കൗണ്ട് അതേപോലെ തന്നെ എല്ലാ സ്ഥലത്തുള്ള പോലെ തന്നെ ഇവിടെ തല തിരിച്ചായിട്ട് എടുക്കണം. ഫുള്ളുണ്ടോ നോക്കാം. ഡെപ്പോസിറ്റിലേക്ക് പോവുക. ടാപ്പ് ഉണ്ടെങ്കിൽ ടാപ്പ് ചെയ്തിട്ട് പൈസ എടുക്കാൻ കാർഡ് ഇടേണ്ട ആവശ്യമില്ല. ഇമെയിൽ ചെയ്യില്ല, പ്രിൻ്റ് എടുക്കണം. അങ്ങനെ ഒരു അത്ര സേവ് ചെയ്യണ്ട. കുറേ മാസം $16 എടുക്കും. എന്നിട്ട് അവർക്ക് ഇമെയിൽ ചെയ്യണം. അതൊന്നും നമുക്ക് കാണിക്കണ്ട. എല്ലാ ബാങ്കിലും ഉണ്ടാവും. നമ്മൾ എന്താ പറയുക, ഈ പ്രിൻ്റ് മതിയോ എന്ന് ചോദിക്കും. അപ്പോൾ മതിയില്ലാന്ന് ചോദിച്ചാൽ വീണ്ടും ചോദിക്കും, ഈ പ്രിൻ്റ് എൻവയോൺമെൻറ്റ് സേവ് ചെയ്യണ്ടേ. കുറേ ഇൻട്രസ്റ്റിലൂടെ ഒക്കെ ഉണ്ടാക്കണ്ടല്ലോ. അതിൻ്റെ പുറമെ ഇവിടെ ഡെബിറ്റ് കാർഡിൽ കുറേ വിഡ്രോ ചെയ്താൽ
ഇത് കൂടുതൽ ട്രാൻസാക്ഷൻ എടുത്ത് തന്നെ എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻ ഫീ ചാർജ് ചെയ്യും. ക്രെഡിറ്റ് കാർഡ് തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇവർക്ക്. ഇതൊക്കെയാണ് അവസ്ഥകൾ. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താൽ ക്രെഡിറ്റ് സ്കോർ ഇതാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോരോ സംഗതി. പിന്നെ ഇവിടുന്ന് സൈക്കിൾ വാങ്ങിയിട്ടാണ് കനേഡിയൻ ടയർ. അവിടെ ഡ്രോൺ ഉണ്ട് എന്ന് പറയുന്നിട്ട്, എത്രയാണെന്ന് അറിയില്ല. ഇത് എഗ്ലിൻടൺ ടൗൺ സെൻറ്റർ CIBCയിലാണ് വന്നത്. 22-21 കിട്ടുമെന്ന് വിചാരിക്കണം നമുക്ക്. ചെറുതായിട്ട് തണുപ്പുണ്ട്. എന്താ ഒണ്ടാരിയോ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ആ 1911 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റൂട്ട് കിട്ടും. ഇവിടെ സാധാരണ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അഡ്രസ്സ് ഇപ്പം ഈ ഒരു സ്ട്രെയിറ്റ് ഉണ്ടല്ലോ, ഇത് കെന്നഡി റോഡായിരിക്കും. ചിലപ്പോൾ ആ റോഡ് എന്താവും, വിക്ടോറിയയിലേക്ക് പോകണം. അങ്ങനെ സ്ട്രെയിറ്റ്. തൊട്ട് ബാക്കിലുള്ളത് ഫാർമസി അവന്യൂ, അങ്ങോട്ടേക്ക് പോകണം. അപ്പം ഇത് പറയൽ അതൊക്കെ നല്ല ആശയങ്ങളാണ്. ഇവിടെ ഇറങ്ങണമെങ്കിൽ എന്താ പറഞ്ഞത്, ഫോർ എക്സാമ്പിൾ ഫാർമസി അവന്യൂ ആണെങ്കിൽ കെന്നഡി ഫാർമസി അവന്യൂന്ന് ഇൻ്റർസെക്ഷനിൽ അടിച്ചു കൊടുത്താൽ ഈ കറക്റ്റ് സ്പോട്ടിൽ ഇറങ്ങാം. ഇപ്പം കാറൊക്കെ പോകുന്ന വാർഡൻ അവന്യൂ ആണ്. അങ്ങോട്ടേക്ക് പോകുന്നത് എഗ്ലിൻടൺ ആണ്. അപ്പോൾ ഇത് എഗ്ലിൻടൺ വാർഡൻ ഇൻ്റർസെക്ഷൻ. ആ മുന്നിലുള്ള ബോർഡ് അങ്ങോട്ടേക്ക് പോകുന്ന വണ്ടികളുടെ, ഇപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടികൾ. ആ റോഡ് മൊത്തം വാർഡനാണ്. കുറേ കിലോമീറ്റർ കണക്കിനുണ്ടാവും. എത്ര കിലോമീറ്റർ കണക്കാണെന്ന് അറിയില്ല, എന്നാലും കുറച്ചുണ്ടാവും. നല്ല ആശയമില്ല അത്. പിന്നെ അതിൽ ഈസ്റ്റും വെസ്റ്റും എന്നൊക്കെ ഉണ്ടാവും. അവിടെ ഒരു സ്പോട്ടിൽ ഇറങ്ങണമെങ്കിൽ ഈസ്റ്റ്, അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങണമെങ്കിൽ വെസ്റ്റ്, അങ്ങനെയൊക്കെ. അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. എന്തായാലും ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും 4 സൈഡിലും നടന്നാൽ പോരെ. പിന്നെ അഡ്രസ്സ്, പിൻകോഡ് അടിച്ചു കഴിഞ്ഞാലും കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ 1193 എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാലും കിട്ടും. എല്ലാത്തിൻ്റെ മുകളിലും ഉണ്ടാവും പെട്ടെന്ന്. ഇതിൽ നോക്കാം നമുക്ക്. ഇത് 1941 സ്കാർബ്രോ എന്നൊക്കെ അടിച്ചാൽ കിട്ടിയിരിക്കണം. ഒന്ന് അടിച്ചു നോക്കി നിങ്ങൾ. സ്കാർബ്രോ ഒണ്ടാരിയോ എന്ന് പറഞ്ഞാൽ നിസാൻ്റെ ആയിരിക്കും കിട്ടേണ്ടത്. എന്താ പിന്നെ ഇവിടെ ഫസ്റ്റായിട്ട് വരുന്ന ആൾക്കാർക്ക് എളുപ്പത്തിൽ എങ്ങനെ ഏത് ഇപ്പോൾ 4 സ്ഥലം ഉണ്ടല്ലോ, എവിടെ നിൽക്കണ്ടേന്ന് ബസ് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് മോഡിൽ ഇടുക. പല ആൾക്കാർക്കും അറിയാത്തൊരു സംഗതിയാണ്. ഫസ്റ്റ് ടൈം വരുന്നത്. ഇപ്പോഴും കുറേ ആൾക്കാർക്ക് അറിയില്ല. ചിലപ്പോൾ ബസ് അങ്ങോട്ടാണോ എന്നുള്ളതൊക്കെ ഇവിടെ കുറേ വർഷങ്ങളായുള്ള ആൾക്കാർക്ക് ഇപ്പോൾ അറിയില്ല. അപ്പോൾ സാറ്റലൈറ്റ് മോഡിലിട്ട് ഞാനാദ്യം ബുദ്ധിമുട്ടി. ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ ആർക്കും അറിയില്ല. പിന്നെ നബീൽക്ക എന്ന് പറഞ്ഞ ഒരാളുണ്ട്. മൂപ്പരെപ്പോഴും സാറ്റലൈറ്റ് മോഡ് ഇട്ടിട്ടാണ് കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യൽ. അപ്പോൾ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബിൽഡിങ് ഏകദേശം കാണുമല്ലോ. അങ്ങനെ ഞാൻ സാറ്റലൈറ്റ് മോഡിലിട്ടുമ്പോൾ എനിക്ക് എളുപ്പത്തിലൊക്കെ ബസ് ഇവിടെയാണ് നിൽക്കുക എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. കണ്ട അയാൾ നല്ല ആളാണ്.
വണ്ടികളുടെ സൗണ്ട് ഉള്ളതുകൊണ്ടാണോ പിന്നെ സൈക്കിളിൻ്റെ സൗണ്ട് കേൾക്കാത്തതായിരിക്കും മിക്കവാറും. ഹലോ, ഇറങ്ങി ഞാൻ. എവിടെ ആണോ? ഇന്ന് പുറത്ത് പോണോ? ഞാനിപ്പോൾ കെന്നഡി. ആ, ഞാൻ സൈക്കിളിലല്ലേ. ഓക്കെ, പിന്നെ ഞാൻ എത്തുമ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ആവും. ഓക്കെ, ആ ശരി. ഞാൻ കോഴിമുട്ട വാങ്ങിയായിരുന്നോ? എത്രണ്ണം അത്? 4 കേൾക്കുന്നില്ല. ഹലോ ഹലോ, ആ അപ്പം കേൾക്കുന്നുണ്ട്. എത്രണ്ണം വാങ്ങിയേ? അല്ല, 4 എണ്ണാണോ 12 എണ്ണാണോ അങ്ങനെ? ബാഗിൽ കൊണ്ടത്? ഓക്കെ, എന്നാൽ ശരി. ഉള്ളി ഇത് വാങ്ങിയോ? ഉള്ളി? എന്നാ ശരി, കേൾക്കുന്നില്ല. ഓക്കെ, ബൈ. ഇതിലൂടെ നമുക്ക് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാ പോകുന്ന അതിലേക്ക് എത്താൻ പറ്റും. ഇതിലൂടെ പോകണോ? कैसे निकला हूँ? കിട്ടേണ്ടത് കിട്ടി. That's it, maybe.
സാറെ പെട്ടെന്ന് ഇങ്ങോട്ട് എടുത്തപ്പോൾ ഞാൻ ഞെട്ടി മാമ, കുട്ടി മാമ. കുഞ്ഞാ മാലിക്കിലെ ആ റഹീം എന്നുള്ള പാട്ട് കേൾക്കുക. ചെറിയൊരു പെണ്ണാണല്ലോ വണ്ടി ഓടിക്കണേ, ബസ്. Thank you.
പറദീസ. പറദീസ അതൊക്കെ കേട്ട് മടുത്താണ്. പറദീസ ബാസി ഭീഷ്മ 4 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ അടുത്തു ടെമ്മ്. ചിക്കൻ വെച്ചാലാണ് ചിക്കൻ വാങ്ങും അല്ലേ? ടൈം എത്രയായി? 6:30. ചിക്കൻ കഴിക്കാൻ പൂതിയാണ്. ഇവിടെ കരയുകില്ല ആരും. മഴ ചെറുതായിട്ട് ഊറ്റുന്നുണ്ട്. വലിയ ജന്മങ്ങൾ പറദീസ. ഇന്ന് കുറേ നായ്ക്കളുണ്ടല്ലോ സ്ട്രീറ്റിലൂടെ. എന്ത് പറ്റി? മഴ വരുമ്പോൾ ഈ ഫ്രോഗ് ചാടി ഇറങ്ങണ പോലെ മറ്റാണോ? പിടിച്ച മോനെ. നല്ല രസമല്ലേ ഇങ്ങനെ ഈ പ്രകൃതിയിൽ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് പോകാനൊക്കെ? പൊളിയില്ലേ? പിന്നെ ഇവിടെ ഒന്നും ഉറപ്പില്ല കേട്ടോ. അവിടെ നിൽക്കാൻ കഴിയോ ഒന്നും ഉറപ്പില്ല. 5 വർഷം ഒക്കെ നിൽക്കാൻ പറ്റും തോന്നുന്നു. പിന്നെ വരുന്നിടത്ത് വെച്ചിട്ട് കാണാം. എന്തെങ്കിലും ചെയ്യാം ആ സമയത്തേക്ക്. പക്ഷെ ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ ഓഫീസ് കഴിഞ്ഞാലും ഇങ്ങനെ നടന്നിട്ടൊക്കെ പോകാൻ ഒരു ആളല്ലേ. Essa paradiesa. യൂട്യൂബിൽ ആഡ് ഭയങ്കരമായിട്ട് കൂടിയല്ലോ. അടുത്ത നായി ഇതെന്തടോ? ബാഡ്. പണ്ട് ബ്രേക്കുള്ള സമയത്ത് പോയൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇതിലൂടെ സ്ലോ ചെയ്യാനെടുക്കും. പറയുകില്ല ബാസിയുടെ സൗണ്ട്. പറദീസ.
ആടുന്നോർ പാടട്ടെ, ആടുന്നോർ ആടട്ടെ. പറുദീസ വേറെ നായി അതാ. ഹായ് കുട്ടികളതാ ഒരു സ്കേറ്റിംഗ് പഠിക്കുക. ഹാറൂൻ അംദാനെ കൊണ്ടുവരണോ ഖത്തറിന് സ്കേറ്റിംഗ് പഠിപ്പിച്ചെടുക്കാൻ? കുട്ടികൾ കുറേയൊക്കെ പഠിച്ചല്ലോ. Okay, bye bye guys.